ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ. എന്താണെന്ന് വെച്ചാൽ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ ആ പഠനത്തിൻ്റെ ഫോക്കസിലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ആവാഞ്ഞതും. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാംസൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം എഴുതിയവരെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സാം തന്നെ ആയിരുന്നു. കാരണം നല്ല പോലെ ഒന്ന് പഠിച്ചവർക്കൊക്കെ നല്ല രീതിക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. എന്നിരുന്നാലും കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്, കാരണം ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാംസ് ആണ്. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് നമ്മൾ താഴെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ എക്സാംസ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ എക്സാം നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ നെഗറ്റീവ് വരാനുള്ള കുറച്ച് ചാൻസ് കൂടുതലായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നിരുന്നിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ എഴുതാൻ പറ്റുന്നു. പക്ഷേ നമ്മൾ എക്സാം ഹോളിലിരുന്നിട്ട് അത് പഠിച്ചല്ല എക്സാം ഹോളിലിരുന്നിട്ട് എഴുതുമ്പോൾ നമുക്ക് പല ടെൻഷനാണ്. സമയം തികയുമോ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് ശരിയാണോ, തെറ്റിപ്പോകുമോ, നെഗറ്റീവ് ആകുമോ എന്നുള്ള പല ചിന്തകളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൊണ്ട് നമുക്ക് എക്സാം ഹോളിൽ എക്സാം എഴുതുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. സാധാരണ കമ്മീഷൻസൊക്കെ ചോദിക്കുമ്പോൾ വൺ വേർഡായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വിവരാവകാശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. പക്ഷേ ഇത്തവണ കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ തൂത്തുവാരി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നല്ലപോലെ നോക്കിക്കൊണ്ട് പോയവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. പിന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം പറയാം. വൊക്കാബ് സ്റ്റുഡിയോയാണ് ഞാൻ കറണ്ട് അഫേഴ്സിന് വേണ്ടി ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. ഞാൻ ആ ഒരു പ്രിൻ്റ് പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കറണ്ട് അഫേഴ്സിൽ നിന്ന് കിട്ടി. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ചാനലിൽ നിന്ന് ഞാൻ PDF പ്രിൻ്റ് എടുത്ത് പഠിച്ചതാണ്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്കതിൽ നിന്ന് കണ്ടപ്പോൾ, ഞാൻ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും കറണ്ട് അഫേഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കാതെയാണ് എക്സാം എഴുതിയത്. എന്നാലും എനിക്ക് അടുത്ത ലാബ് അസിസ്റ്റൻറ്റിന് മുമ്പ് കുറച്ചുകൂടി ഇത് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ ഞാൻ എത്രയും വേഗം 2024-ലെയും 2025-ലെയും കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടേ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് എന്തായാലും പോകത്തുള്ളൂ. വരുന്ന ശനിയാഴ്ച എനിക്ക് ഡിഗ്രി പ്രിലിംസ് ഉണ്ട്. അപ്പോൾ ഏകദേശം കറണ്ട് അഫേഴ്സൊക്കെ ആ ഒരു എക്സാമിനും വളരെ ഉപകാരപ്പെടും പഠിച്ചത്രയും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും സബ് ഇൻസ്പെക്ടറും ഈ 2 പോസ്റ്റും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് പ്രിലിംസ് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒരു എക്സാം എഴുതി നോക്കാം. അത് ആ ഒരു മൈൻഡോട് കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഉള്ള അതിനുവേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ റിവിഷനൊക്കെ കൊടുക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. അല്ലെങ്കിൽ പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. കാര്യം നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മുന്നേ പഠിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നതിലും കൺഫ്യൂഷൻ വരും, പുതിയതായിട്ട് നോക്കുന്നതും കിട്ടത്തില്ല എന്നൊരവസ്ഥയാകും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളല്ലേ, പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കിക്കൊണ്ട് പോവുക. ഇനിയിപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമാണ്. അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് കിട്ടിയവർ സമയം വെറുതെ കളയാതിരിക്കുക, നല്ലപോലെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. തൊട്ടടുത്ത് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ആയവർ ആ ഒരു ഫ്ലോയിൽ തന്നെ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ജൂലൈ മാസം ആകുമ്പോൾ WCPO, അതുപോലെ തന്നെ ഫയർ വുമണും പിന്നെ സെയിൽസ് അസിസ്റ്റൻറ്റിന് ഗ്രേഡ് 2 അതൊക്കെ എക്സാംസ് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മളുടെ ഓഗസ്റ്റൊക്കെ ആകും. അപ്പോൾ സെയിൽസ്മാൻ്റെ എക്സാംസും കൂടി പെട്ടെന്ന് തന്നെ വരും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മളുടെ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഒക്കെ വളരെ വേഗം വരും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, എങ്ങും ബ്രേക്കായി പോകാതിരിക്കുക, നോക്കുക, നല്ലപോലെ പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGSനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ വരാനുള്ളൊരു നോട്ടിഫിക്കേഷനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഇതെല്ലാത്തിനും സിലബസ് ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ബൈ.